ഹലോ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ തുടർച്ചയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ത്യയിൽ നിന്നും ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് യു കെയിൽ എങ്ങനെ നമുക്ക് ജോലി പഠിക്കാൻ പറ്റും? ഇന്ത്യയിലെ ടീച്ചേഴ്സിന് യു കെയിൽ വരാൻ പറ്റും. അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടീച്ചിങ് റെഗുലേഷൻ ഏജൻസിയുടെ വെബ്സൈറ്റിൽ പോവുക. നമ്മുടെ BEdൻ്റെയും നമ്മുടെ ഡിഗ്രിയുടെയൊക്കെ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ സ്കൂൾ എക്സ്പീരിയൻസിൻ്റെ അതായത് റെഫറൻസ് ഇതെല്ലാം വെച്ച് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓൾറെഡി തന്നെ എനിക്കറിയാം ചില എൻ്റെ നാട്ടിൽ നിന്നുള്ള ചില ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ QTS ചിലർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ. നമ്മൾ QTS കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അതായത് ചില സ്കൂളുകൾക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ട്. ഈ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ ലൈസൻസ് ഉള്ള സ്കൂളുകളെ തപ്പിയെടുക്കുക. എന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി ആ മാത്സ് അല്ലെങ്കിൽ സയൻസ് ടീച്ചറിൻ്റെ വേക്കൻസിയിൽ പോയി അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് UK വരാൻ പറ്റും. അങ്ങനെ കിട്ടി വന്ന ആളുകളുണ്ട്. കാരണം ഞാനൊരു ഈ QTSന് അപ്ലൈ ചെയ്യുന്ന ഒരു നൈജീരിയക്കാർ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പിലെ മെമ്പറാണ്, ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഒത്തിരി നൈജീരിയക്കാർ അവർക്ക് QTS കിട്ടി, പലരും അവർക്ക് ഓൾറെഡി ജോലി കിട്ടി, COS ഇഷ്യൂഡായി UK മൂവ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ കാണാറുണ്ട്. ഒന്നും ചിലവില്ല. നമ്മൾ നേരെ ഈ ഇത്രയും ചെയ്യേണ്ടുള്ളൂ. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. അതായത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, UK സ്കൂൾസ് വിത്ത് സ്പോൺസർഷിപ്പ് ലൈസൻസ് എന്നോ, അല്ലെങ്കിൽ ഈ UKയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ ജോലികൾക്കും ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് സ്പോൺസർഷിപ്പ് ലൈസൻസ് കൊടുക്കാൻ പറ്റുക, അതായത് COS ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുടെ എല്ലാ ലിസ്റ്റും നമുക്ക് കിട്ടും. അതിൽ കയറിയിട്ട് നമ്മൾ ആ സ്കൂൾസിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലണ്ടനിലൊക്കെ ഒത്തിരിയുള്ള സ്കൂളുകൾ ഈ COS കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കൂളുകളുണ്ട്. അവർക്ക് ഈ ഹോം ഓഫീസിൻ്റെ പെർമിഷൻ ഉണ്ട്, ആ ലൈസൻസ് ഉണ്ട് ഇത് COS ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സ്കൂളുകളിലാണെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു പ്രശ്നമില്ല. നമ്മൾ അപ്ലൈ ചെയ്തു, കിട്ടിക്കഴിഞ്ഞാൽ അവർ COS ഇഷ്യൂ ചെയ്യും. ഒരു നഴ്സിനെ പോലെ തന്നെ നമുക്ക് ഇവിടെ വരാം. കാരണം ഇപ്പം UK പുതിയ റൂൾ ചേഞ്ച് ചെയ്തെങ്കിലും അവർ ടീച്ചേഴ്സിനെ അതിനകത്ത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 38,700 വേണ്ട. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള സാലറി എത്രയാണ് ആ സാലറി വെച്ചിട്ട് തന്നെ അവർക്ക് വരാൻ പറ്റും. നല്ല സാധ്യതയുണ്ട് ടീച്ചേഴ്സിന്. അപ്പോൾ ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ₹1 പോലും ചെലവിലാണ്ട് ഹെൽത്ത് കെയറിൽ വരുന്ന പോലെ അതുപോലെ തന്നെ വരാൻ പറ്റും ടീച്ചേഴ്സിനും. പക്ഷേ കുറച്ച് കഷ്ടപ്പെടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിലുള്ള അത്രയൊരു വേക്കൻസീസ് ഇല്ല. പിന്നെ ലണ്ടൻ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ടീച്ചേഴ്സിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നല്ലൊരു CV ഉണ്ടാക്കി ഈ സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുക. അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ അവർ COS ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചിലവില്ലാതെ വിമാന ടിക്കറ്റിൻ്റെ ചാർജ് മാത്രമേ ആകത്തുള്ളൂ. നമുക്ക് കയറി UK വരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല.